പാറശാല ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവം. കൊലപാതകം കൃത്യമായ ആസൂത്രണത്തോടെ പഠനം തുടരണമെന്നും പരമാവധി ശിക്ഷയിൽ ഇളവ് വേണമെന്നും പ്രതി ഗ്രീഷ്മ. പാലക്കാട് ബ്രൂവറി അനുമതിയിൽ അഴിമതി ആവർത്തിച്ച പ്രതിപക്ഷം. ഒയാസിസ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽപ്പെട്ട കമ്പനിയെന്ന് വി.ഡി. സതീശൻ. അഴിമതിക്ക് കുട പിടിക്കുന്നത് മുഖ്യമന്ത്രി. ബ്രൂവറി അനുമതി ഭരണം തീരുന്നതിന് മുൻപുള്ള CPM-ന്റെ കടും വെട്ടെന്ന് രമേശ് ചെന്നിത്തല. ഏലപ്പുള്ളി പഞ്ചായത്ത് ബ്രൂവറിക്കായി അനുമതി നൽകിയില്ലെന്നും ചെന്നിത്തല. അമരക്കുനിയിലെ കടുവയ്ക്ക് പിന്നാലെ കൽപ്പറ്റയിൽ പുലി സാന്നിധ്യവും. പുലിയെ കണ്ടത് പുൽപ്പാറ എൽസൺ എസ്റ്റേറ്റിന് സമീപം. പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. നഗരമേഖലയിലെ പുലി സാന്നിധ്യം ആശങ്കാജനകമെന്ന് നാട്ടുകാർ. പാലായിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ നഗ്നനാക്കിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ്. വിദ്യാർത്ഥിയുടെയും മാതാപിതാക്കളുടെയും മൊഴിയെടുത്ത് ശിശുക്ഷേമ സമിതി. സിനിമയിലെ രംഗങ്ങൾ അനുകരിച്ചതാണെന്ന വിദ്യാർത്ഥികൾ. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പോലീസ്. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. മത്സരം വൈകിട്ട് 7:30 കൊച്ചിയിൽ. ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. നായകൻ രോഹിത് ശർമ്മയും മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറും മാധ്യമങ്ങളെ കാണും. സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിക്കുമോ എന്ന ആകാംക്ഷയിൽ ആരാധകർ.